ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ചെറിയ റൈഡ് പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് റൈഡായിട്ട്. ബാംഗ്ലൂരിനടുത്ത് തന്നെയാണ്. അപ്പം മുന്നോട്ട് പോയിട്ട് ഞാൻ പറയാം. സോ ഇന്നത്തെ റൈഡ് ഒരു സോളോ റൈഡാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മൾ പോകുന്നത് ബോലിമലൈ ഫോർട്ടിലോട്ടാണ്. അത് ഈ കൃഷ്ണഗിരിക്ക് അടുത്താണ്. കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകണമെന്ന്, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീക്കെൻഡ് ഒരു സാറ്റർഡേ ആണ്, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഇതിപ്പം നവംബറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഒരു തണുപ്പൊക്കെ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഏർലി മോർണിംഗ് നൈറ്റൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ മഞ്ഞൊക്കെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ തണുപ്പ് കൂടും ബാംഗ്ലൂർ. ആ റൈറ്റ് സൈഡൊക്കെ മഞ്ഞ് മൂടി വയ്ക്കുന്നുണ്ടോ? ദൂരെ ആ വലിയ ബിൽഡിങ്ങൊക്കെ ഫുള്ള് മഞ്ഞിൽ. എന്നാൽ വലിയ തണുപ്പൊന്നും പറയാനില്ല, എന്നാലും തണുപ്പുണ്ട്. നമുക്കറിയാം, കയ്യിലൊക്കെ അറിയാം നല്ലോണം. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ മൊത്തം ഇങ്ങനെ. ഇതുവരെ ഇപ്പോൾ ടൈം 6:50 എന്നിട്ടും കണ്ടില്ലേ ക്ലൈമറ്റ് നല്ല തണുപ്പും മഞ്ഞും. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, രണ്ട് സൈഡിലും ഫോറസ്റ്റും അതേപോലെ അതിന് മൊത്തം മഞ്ഞും. ഈ ഹൈവേയിലൊക്കെ എല്ലാവരും നല്ല പറപ്പിക്കലാണ്. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറക്കുക. ഇവൻ ഓൾമോസ്റ്റ് എല്ലാ കാറും 80-ന് മുകളിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് കണ്ടോ കുറച്ച് തിരക്കുണ്ട്. പലരും നാട്ടിലൊക്കെ പോകുന്നതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്, ട്രാഫിക് ഉണ്ട് കുറച്ച്. നമുക്കിതിന് മുന്നേ വലത്തോട്ട് തിരിയാൻ പറഞ്ഞായിരുന്നു. പക്ഷെ 2 ഓപ്ഷനുണ്ട്, ഒന്ന് കൃഷ്ണഗിരി വഴി പോകാനും ഒന്ന് വേറെ റൂട്ടും. എനിക്കൊന്ന് മറ്റേ ധർമ്മപുരി പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. അത് റോഡ് അത്ര ലെവലുള്ളതല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതുവഴി പോകാൻ.
അവിടെ ഒരു ഹില്ലുണ്ട്, കാണോ? കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണത്തില്ല, അടുത്തെല്ലാം വെച്ചിവിടെ കാണും. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇപ്പൊ അത് ഇപ്പൊ ഈ ഫുള്ളൊരു മഞ്ഞിന്റെ ഒരു ഇത്, നല്ല കൈക്കൊക്കെ നല്ല തണുപ്പ് നമുക്ക് അറിയുന്നുണ്ട്. ഈ റൂട്ട് പിന്നെ കുറെ കടകൾ കിട്ടും നമുക്ക്, ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ളവർക്ക്. നമ്മൾ പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോകുന്ന റൂട്ടാണ്. വീണ്ടും കുറെ മലനിരകൾ കണ്ടില്ലേ? ഇതിപ്പം കൃഷ്ണഗിരി ആയോന്നറിയില്ല, ഞാൻ പിന്നെ അതൊന്നും ചെക്ക് ചെയ്തില്ല, ഞാൻ ഇങ്ങനെ പോന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലൊരു കേരള വണ്ടി. പലരും നാട്ടിലൊക്കെ പോവല്ലേ, കണ്ടല്ലേ? ഈ റോഡ് ഓൾമോസ്റ്റ് നമ്മുടെ കൃഷ്ണഗിരി വരെ ഇച്ചിരി പഴയ റോഡാണ്. എന്ന് വെച്ചാൽ മോശമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അവിടെ കുറച്ചിടത്തൊക്കെ പണി നടക്കുന്നുണ്ട്, കുത്തികളൊക്കെ ഇട്ടിരിക്കുന്നല്ല. പക്ഷെ എന്തായാലും ഇപ്പം കണ്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മൂത്താണ്. പിന്നെ ഈ സേലം ഈ റൂട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അതുവരെ ഈ ഒരു സ്മൂത്ത്നെസ് ഇല്ല, കുറച്ച് ലെവലിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അല്ലാതെ മോശം റോഡെന്ന് പറയാനൊക്കത്തില്ല. വലത്തെ സൈഡിൽ ലേക്കും അതിനപ്പുറത്ത് മറ്റേ കുറച്ച് മലകളും കണ്ടോ. നമുക്കപ്പം ആ ഹൈവേയിൽ നിന്ന് നമ്മൾ ഒരു സർവീസ് റോഡിലോട്ട് കയറി, ജസ്റ്റ് കയറിയതുള്ളൂ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് ടേൺ ഉണ്ട്. സിക്സാറൊക്കെ ഇരിക്കുന്നു. ഓ ആ വ്യൂ ഒന്ന് നോക്കി, നല്ല രസമുണ്ടല്ലേ? രണ്ട് പട്ടികൾ കടിപിടി കൂടുന്നു. ആ കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് നല്ല ഭംഗിയുണ്ട് ഇത്. നമ്മളവിടെ നിന്നൊരു ചെറിയ റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റ്, ചെറിയ ഭയങ്കര ഉണ്ടോ, മൊത്തം കടകളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വഴി. നമ്മളൊരു പ്രോപ്പർ വില്ലേജിൽ കൂടെയാണ് പോകുന്നത്. ആൾക്കാരെല്ലാം ഇങ്ങോട്ട് നോക്കും, ഇവൻ ആരടാ അത്. ഞാൻ പിന്നെ മറ്റേ വഴി തിരിച്ചു ഈ വഴി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഹൈവേ കൂടെ ഇങ്ങോട്ട് വന്നത്. ശരിക്കും നമ്മൾ ഹൈവേ കയറാതെ എനിക്ക് തോന്നുന്നു ഹൊസൂറിനൊക്കെ മുന്നേ ഒരു റൈറ്റ് ടേൺ ഉണ്ട്, അങ്ങനെ അടുത്തും പോവാം. ഞാൻ പിന്നെ പ്രോപ്പർ കൃഷ്ണഗിരി വന്നിട്ടാണ് തിരിഞ്ഞത്. ഇപ്പം നമ്മുടെ ചുറ്റും മൊത്തം മലകളാണ്. നേരം വെളുത്തു, ആക്ച്വലി 7:30 ആവുന്നു. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ എണ്ണീക്കാൻ ഇച്ചിരി താമസിച്ചു. ഒരു 5 മണിയായിട്ട് എണ്ണീച്ചത്. ഇറങ്ങിയപ്പോഴത്തേനും 5:30 കഴിഞ്ഞ് കുളിച്ച്. അതുകൊണ്ട് പിന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടാണ്. അപ്പം വെള്ളിയാഴ്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണ്ണീച്ചപ്പോൾ താമസിച്ചു, കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഹെൽമെറ്റ് ഇരിക്കുന്നത് സ്മോക്ക് വൈസറും കൂടാണ്. അതുകൊണ്ട് നേരം വെളുത്തിട്ട് ഇറങ്ങിയ നല്ലത്.
കണ്ടില്ലേ, നല്ല വഴി, ഫുൾ ഗ്രീനറി ഉള്ളൊരു വഴി. നമ്മൾ വീണ്ടും ഒരു വില്ലേജിനകത്തൂടെ. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന വഴിയല്ലയോ? വഴിയൊന്നും തെറ്റായിരുന്ന മതിയായിരുന്നു. ആരോടെങ്കിലും ചോദിക്കണോ എന്നൊരു സംശയം. അണ്ണാ എന്താ ബോലുമലേ? ആ, கிருஷ்ணகிரியிலிருந்து இந்த மாதிரி கிருஷ்ணகிரிலேருந்து ஸ்ட்ரைட்டாக ஆ பனகமுல் கூட்டூர்னு ஒரு ஏரியா இருக்குது. சரிங்களா, அதை போயிட்டு லெஃப்ட் எடுத்தீங்களான்னா போயிட்டு பங்கு கிட்ட போயிட்டு ஒரு லெஃப்ட் வரும். உங்கள் கிட்ட ஒரு இந்தியன் பெட்ரோல் பங்க் வரும். அதில் போய் லெஃப்ட் எடுத்தீங்கன்னா ஸ்ட்ரைட்டாக பண்ணிங்கன்னா ஸ்ட்ரைட்டாக ஒரே ரோடு. ஆ വഴി തെറ്റി വന്നതാ. എന്താ ചെയ്യാൻ? ബൈക്കിൻ്റെ ഡയറക്ഷനാണോ കിട്ടിയെന്നൊരു സംശയമുണ്ട്. ഇവിടെ ഫുൾ അങ്ങനത്തെ മലകളാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ? മാവല്ലേ ഇത്? ഫുള്ള് മാവ്. ആ സൈഡ് ഫുള്ള് നോക്കി. കുറേയൊക്കെ തരിശ് ഏരിയയാണ്, കണ്ടില്ലേ? ഭയങ്കര നാരോ വഴിയാണ്, പക്ഷെ നല്ല ടാറിട്ട് നല്ല മിനുക്കി വെച്ചിട്ടുണ്ട്. ഒന്നത്തെ കാര്യം ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടേ, നമ്മൾ വളവിനപ്പുറത്ത് എന്താണെന്ന് മനസ്സിലാകത്തില്ല, അതേ ഉള്ളൂ. എന്നാലും ഇവിടെയൊക്കെ ഒരു വഴിയുണ്ടല്ലോ. ഈ സമയത്ത് എല്ലാവരും തിരിച്ചു പോയി കാണും, ഞാൻ മാത്രമേ ഉള്ളായിരിക്കും ചെല്ലുന്നത്. ഇവിടെ നെൽകൃഷിയൊക്കെ. അതിൻ്റെ മേളിൽ വല്ലതാണോ അതിന് ബോലുമലി? ഇതുവഴി 4 കിലോമീറ്റർ പോകാനൊക്കെയാണ് പറയണത്.
ഇങ്ങനത്തെ വഴിയല്ലേ? അയ്യോ, വേറെ നല്ല വഴി വല്ലതും ഉണ്ടായിരുന്നു? ഹൈ ഓഫ് റോഡ്, ഓഫ് റോഡ്. വഴിയൊക്കെ ഇങ്ങനത്തെയൊക്കെ വഴിയാണ്, പക്ഷേ ആ സൈഡിലേക്ക് വ്യൂ രക്ഷയില്ല. വേറെ ബൈക്കേഴ്സൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഓഫ് റോഡുകാരാണ്. ഓഹോ, നൈസ് വ്യൂ ആണ് കേട്ടോ. ആ സൈഡൊക്കെ രക്ഷയില്ലാത്ത വ്യൂ. ഓഫ് റോഡ് ഇച്ചിരി സീനാണ്. അങ്ങനല്ല, നമ്മുടെ വണ്ടികളൊക്കെ വരുമ്പോൾ അതും ഇതിന് ട്രാക്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചരലിൻ്റെ മേളിലൊക്കെ കയറുമ്പോൾ ബാക്കിൽ വെയിറ്റ് കൂടെ കുറവാകുന്നതുകൊണ്ട് ഇത് കൂടുതലും ഫ്രണ്ടിലോട്ടല്ലേ നമ്മൾ ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേ രസമാണ് ഉരുണ്ട് വീടില്ലെങ്കിൽ. ഇതിൻ്റെ പുള്ളിക്കാരൻ വൈഫിനെ ഫ്രണ്ടിലിരുത്തി ഒക്കെ ഉള്ളതല്ലേ, സൈക്കിളിലൊക്കെ ഇരുത്തിക്കൊണ്ട് പോകുന്ന പോലെ ടാങ്കിൻ്റെ പേരിൽ. ഞാൻ മാത്രമേ ഉള്ളൂ. അവന്മാർ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു, നമ്മൾ താഴെ കണ്ട ഹിമാലയനൊക്കെ ഇരിക്കുന്നതിന്. സീൻ ഓഫ് റോഡൊന്നും അല്ല, കാരണം ചരലൊന്നും ഇല്ലാത്തതുകൊണ്ട്, അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫാണ് കുറച്ചുകൂടെ. പിന്നെ റോഡില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ ഒരു ADVയിലും എക്സ്പ്രസിലൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്ന് അടി തട്ടാതെയും കൂടെ നോക്കണം. നമ്മൾ നിഞ്ച 300 ബ്രോയോട് ഞാൻ ചുമ്മാ ചോദിച്ചായിരുന്നു, പുള്ളി ഇപ്പോൾ ഇന്ന് ബിസി ആയിരുന്നു. ബാക്കി എല്ലാവരും ബിസിയാണ്, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ബിസിയല്ല. അതുകൊണ്ട് അയ്യോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. നിഞ്ച 300 ഒക്കെ ഒന്ന് ഇച്ചിരി മെനക്കെട്ടാണ്. വേറെ ഒന്നുമല്ല, അടി തട്ടാതെ നോക്കണ്ടല്ലോ. അതിന് ഇത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. നമുക്ക് അറത്തിന് ശരിക്കും 160 mm ഉണ്ട്. അതും ഒരുപാട് സോഫ്റ്റ് സസ്പെൻഷനോട് അല്ലാത്തത് കൊണ്ട് നമുക്ക് അടിയൊന്നും തട്ടാതെ അങ്ങ് പോക്കോളും. ഇതിൻ്റെ മേളിൽ അമ്പലം ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആ വ്യൂ ഉണ്ടോ? ഇവിടെ നിന്ന് ഇനി വണ്ടി കയറത്തില്ലേ? ഇവരെല്ലാം റെൻ്റലൊക്കെ എടുത്തുകൊണ്ട് വന്നല്ലേ.
നമ്മളങ്ങനെ ടോപ്പിലെത്തിയെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ സ്പോർട്സ് ബൈക്കിൽ വന്നിട്ടോ. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. How many bags? 1. 20 rupees. You will pay in after pay. Huh? Return normal pay panna. നല്ല റോഡ് പോലും ഇല്ല, എന്നിട്ട് പൈസ എടുത്തു. പൊളി. എഡ്ജ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ തോന്നുന്ന പോലെ കേട്ടോ. ഈ ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല, നേരെ താഴെ ചെല്ലും. എല്ലാവരും ഇവിടെ ബൈക്കൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ അങ്ങനെ വെക്കാം, ഉരുണ്ട് പോകാത്ത എവിടെയെങ്കിലും വെക്കാം. സിവിയറൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നൈസ് സ്പേസാണ് ആക്ച്വലി. കണ്ടില്ല, ഇപ്പോൾ ഓഫ് റോഡ് വണ്ടികൾക്കൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. പിന്നെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, എൻ്റെ മൂക്ക് ചെറുതായിട്ടൊന്ന് അടഞ്ഞായിരുന്നു മേളിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ. ഞാനതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡിൽ പോയിരുന്നു. അത് നല്ല തണുപ്പും. കേൽറ്റൻ മലപ്പുറം അല്ലേ, അപ്പം അങ്ങനെ നല്ല വെതറൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ കണ്ടില്ലേ എൻ്റെ ഈ ഇറങ്ങിപ്പോകുമ്പോൾ വ്യൂ തന്നെ നോക്കിയേ, എന്ത് രസമാണ്. ക്യാമിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നാലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ടു ആണോ 454. നല്ല സൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ പുള്ളി അത് ന്യൂട്രലും കണ്ടിട്ട് പോകാൻ തോന്നുന്നു. അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ നല്ല സൗണ്ടാണ്.
ഇതിപ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത മാരക വ്യൂ ആയിരിക്കും. കണ്ടില്ലേ? അങ്ങോട്ട് നോക്കി. ഓഫ് റോഡാണ് വഴി, എന്നാലും കുഴപ്പമില്ല, മാനേജബിളാണ്. ഒരുപാടൊന്നും റഫൊന്നും അല്ല. നോക്കിക്കേ, ആ കല്ല് അവിടെ ഇരിക്കുന്നുണ്ട്, വലിയൊരു പാറ. കണ്ടില്ലേ? നേരെ നോക്കുമ്പോൾ ആകാശം മാത്രം കാണുന്ന രീതിയിലുള്ള വ്യൂ. ആ വ്യൂ ഒന്ന് നോക്കി. ഇപ്പം വെയിലൊക്കെ വന്നു തുടങ്ങി. എനിക്കൊന്ന് പക്ഷെ മേളിൽ അത്ര ഇല്ല കേട്ടോ. മേളിൽ ഇച്ചിരി നൈസാണ്, നല്ല തണുപ്പും. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണി ആവുന്നു. ഈ ഇങ്ങനത്തെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കത്തിൽ നമ്മളിങ്ങനെ ക്ലച്ച് പിടിക്കാതെ പോയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനിപ്പം നമുക്ക് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് തീരെ പതുക്കെ പോകത്തില്ല. അതായത് നമ്മൾ ക്ലച്ച് കംപ്ലീറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു സെർട്ടൻ RPM മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് എൻഗേജ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് പോകുന്നതാണ് സേഫ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ട് പോകുമ്പോൾ തന്നെ നോക്കണേ, GTT കിക്കിനാകുമ്പം കണ്ടോ ഇത് തന്നെ മൂവ് ചെയ്യും. അതിന് ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ നോർമൽ ബൈക്കിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ RPM. ഏകദേശം തന്നെ ഉണ്ടല്ലോ 2K RPM-ന് മുകളിലാണ് കിടക്കുന്നത്. അതെനിക്കൊന്ന് ട്രാക്ക് മോഡിൽ ഇച്ചിരി കുറവാണ്, എന്നാലും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ നോർമലി ക്ലച്ച് അങ്ങനെ ഒരുപാട് എൻഗേജ് ചെയ്യാതിരിക്കുന്നത് നല്ലത് ഇറക്കത്തിലൊക്കെ പോകുമ്പോൾ. അതൊക്കെ ഒന്ന് കണ്ട് ഇപ്പോൾ അവിടെ ഒരു പുള്ളി, ആ പയ്യൻ ഡൊമിനോ 250 അവനിങ്ങനെ ക്ലച്ച് താങ്ങി എടുത്തോണ്ടിരിക്കുക. അത് കയറ്റം കയറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ച് താങ്ങി വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് അങ്ങ് വിട്ടേക്കണം. അല്ലെങ്കിൽ വെറുതെ ക്ലച്ചും കത്തും, വണ്ടി ചിലപ്പോൾ മൂവ് ചെയ്യത്തില്ല. അവനാ കയറ്റത്തിൽ നിന്ന് ഇരപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞാനത് വണ്ടി മുന്നോട്ട് നീക്കി കൊടുത്തു. ആ വ്യൂ ഉണ്ടല്ലേ, രക്ഷയില്ല. ഞാൻ പുതിയ ബൂട്ട് വാങ്ങിച്ചായിരുന്നു. ഞാനത് മറ്റേ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കോർഡ റേക്കോൺ. അത് കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നോർമൽ ബൂട്ട്സിന് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ഇതിൻ്റെ ഇച്ചിരി ഫ്ലെക്സിബിളാണ്, എന്നാൽ ഒരുപാട് ഫ്ലെക്സിബിൾ അല്ല. അതുപോലെ ഒരുപാട് ഹൈ ആംഗിൾ അല്ല, ഒരു മീഡിയം ആംഗിൾ ലെവലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നൈസ് ബൂട്ടാണ്. അതിന് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ കുറച്ചാളുകൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷനെല്ലാം അടിപൊളിയാണ്. കാരണം ഒരു നോർമൽ ബൂട്ട് പോലെ തന്നെ ഇരിക്കും. എന്നാൽ ഇച്ചിരി അതിൻ്റെ നമ്മുടെ സോൾ ഇച്ചിരി ഹാർഡാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഫീല് നമ്മൾ ഇടുമ്പോഴുള്ള ഫീൽ അതാണ്. പിന്നെ ഈ പാറപ്പുറത്തൊക്കെ നടക്കുമ്പോൾ ഈ സാധനം മടങ്ങാത്തതുകൊണ്ട് നമുക്ക് വാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ഏത് ബൂട്ട് എടുത്താലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ക്ലാനിനേക്കാളിലും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടും കൂടെ ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഇത് ഇച്ചിരി ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. റേറ്റ് ഇച്ചിരി വ്യത്യാസമുണ്ട്, എന്നാലും ഇത് ഇച്ചിരി ഒരു ബെറ്ററാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓവറോൾ. അപ്പം കുറച്ചാളോട് ഉപയോഗിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ പറയാം. ഈ വരുന്ന വഴി നൈസായിട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴായാലും ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റൂട്ടാണ്.
നമ്മളങ്ങനെ NH കയറുവാണ്. ഞാൻ വിചാരിക്കുന്നത് മുരുകൻ ഇഡ്ഡലി വല്ലതും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്നാണ്. മുരുകൻ ഇഡ്ഡലി ഞങ്ങൾ ഒരു തവണ പോയിട്ട് അന്ന് തിരക്കുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബോലുമല ആക്ച്വലി നൈസൊരു പ്ലേസാണ് കേട്ടോ. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ പോയി മൾട്ടിപ്പിൾ പ്ലേസസ് കവർ ചെയ്താൽ എന്നുള്ള അടിപൊളിയായിരിക്കും. അതായത് നമുക്ക് കൃഷ്ണഗിരി വേറെ ഡാമൊക്കെ ഉണ്ട്, നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയി കറങ്ങി വരാൻ പറ്റും. അതുപോലെ ഏലഗിരി പോയിട്ട് വരുന്ന വഴി വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പം അങ്ങനെയൊക്കെ പറ്റുന്നൊരു പ്ലേസാണ് ഇപ്പോൾ ബോലുമല. ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി പോയി സൺറൈസൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വരാം. അങ്ങനത്തെ സ്ഥലമാണ്. നമ്മളിപ്പോൾ മുരുകൻ ഇഡ്ഡലിയുടെ അടുത്ത് എത്താറായി. അണ്ടർപാസ് കയറി. സോ നമ്മൾ മുരുകൻ ഇഡ്ഡലിയിലെത്തി. ഇവിടെ തിരക്ക് കൂടുതലാണോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ. സൂപ്പർ ബൈക്കൊക്കെ ഉണ്ട്, ഗോൾഡ് വിങ് ഒക്കെ അല്ലേ ഇരിക്കുന്നത്. വാ, ഇത് BMW കേട്ടോ, K1600. ഗോഡ്, ഇത് K1600 GTL ആണ്. ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ്. രക്ഷയില്ല. അതിൻ്റെ സീറ്റ് ഉണ്ട്, എന്ത് താന്നാന്ന്. അതും വലിയ സീറ്റ്, സോഫയിലിരിക്കുന്നതിലിരിക്കും പില്ലണ്. ഓഹ്, ദാറ്റ് സൗണ്ട്. എല്ലാം മത്തപ്പുണ്ട്, റിവേഴ്സ് ഗിയറുണ്ട്. എൻ്റെ മോനെ, വാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.